ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാ അർത്ഥത്തിലും ദേമോള് വന്ദനയ്ക്ക് മോള് തന്നെയാ. ശരി അമ്മ, പക്ഷേ വന്ദന പ്രസവിച്ചാലോ? കഴിക്കാനല്ലേ പറഞ്ഞേ, മര്യാദയ്ക്ക് കഴിക്കും. മതിയോ രാഖി? നിനക്ക് ഈ കോർട്ട് ഓർഡർ ലംഘിക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പ നീ വാ. ദിയമോളുടെ കാര്യത്തിൽ നീ എവിടെയൊക്കെ തടകെട്ടിയാലും അതിന്റെ മുകളിൽ നിന്നെ കൂച്ചുവിലങ്ങിടാൻ തയ്യാറായി ഈ ഊർമിള ഉണ്ടാവും. എടി പെണ്ണേ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. അടിച്ച് കാരണം പുകച്ചു കളയും ഞാൻ. ആ പ്രസാദേ, സന്തോഷം. അല്ല, മാഡം ഒന്ന് മടങ്ങുകയല്ലേ? അതെ. ആ ഫോൺ എടുക്ക്. ഹലോ സാർ, ഇനി ഒരിക്കലും സാർ പ്ലീസ് സാർ. താൻ ചന്ദ്രികയുടെ വീട്ടിൽ കയറി അഹങ്കാരം കാണിച്ചപ്പോഴേ ഞാൻ ഓങ്ങി വെച്ചിരുന്നതാ നിനക്കിട്ടൊരു പണി തരണോന്ന്. സംസാരശേഷിയില്ലാത്ത വിനുവിനെ തല്ലാൻ കൈയോങ്ങിയപ്പോ തനിക്കിട്ടൊരു 8ന്റെ പണി തരണോന്ന് ഞാൻ കരുതിയതാ. ഇതല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നിനക്ക് സസ്പെൻഷൻ ഉറപ്പായിരുന്നു. ഇപ്പൊ ജയിച്ചു എന്ന് വെച്ച് എപ്പോഴും ജയിക്കുമെന്ന് വിചാരിക്കരുത് രാഖി. നീ ഇനി ദിയമോളുടെ നേരെ തിരിഞ്ഞാൽ നിന്റെ അവസാനമായിരിക്കും. ഇത് ഊർമിളയാ പറയുന്നേ. ആ അപ്പോ SI സാറേ, ഇനി ഏതെങ്കിലും ഓണം കേറാൻ മൂലയിൽ വെച്ച് എപ്പോഴെങ്കിലും കാണാം. വന്ദനെ, കുഞ്ഞിനെ എടുത്തോ. വാപ്പുവാ. വരൂ മാഡം. മോളെ, നീ എന്തിനിപ്പ കരയുന്നേ? ദേമോളെയും കൊണ്ട് ഊർമിളയും ജഗനും ഒക്കെ ഇപ്പൊ ഇങ്ങ് എത്തും. ദേ, നിന്നെ അകത്തെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അവരെത്തിയ അധികം വൈകാതെ സദ്യ കൊടുക്കണ്ടേ? നിനക്കെന്താ മോളെ, സുഖല്ലേ? പനിയൊന്നുമില്ലല്ലോ. പിന്നെന്താ നിനക്ക് പറ്റിയേ? പ്രകാശന് എന്തെങ്കിലും? ഒന്നുമില്ല. എനിക്ക് നീ എന്റെ മോൻ കെട്ടിക്കൊണ്ടുവന്ന ഏതോ ഒരു വീട്ടിലെ പെണ്ണല്ല. എനിക്ക് പ്രസവിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന എന്റെ മോളാ. അമ്മയോട് നിനക്ക് നിന്റെ സങ്കടം എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ? എനിക്കിങ്ങ് തരുവോ എന്റെ ദിയമോളെ? മോളെ, ഞാനവിടെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയമ്മ. വന്ദന ജഗന്റെ വീട്ടിലല്ലേ? അവിടെ ഏതായാലും ദിയമോളെ താമസിപ്പിക്കാൻ പറ്റില്ല. ജഗനും വന്ദനയും തീരുമാനിച്ച തന്നെ ദിയമോളെ കൂടെ നിർത്താൻ ജഗന്റെ അച്ഛൻ സമ്മതിക്കില്ല. ആ രാഗി ഇപ്പോ ദിയമോളെ ചോദിച്ചു വരുന്നത് പോലും അവളുടെ പേരിലുള്ള കോടികൾ മോഹിച്ചിട്ടാ.
ആർക്കും ഭാരമാവാതെ ഞാൻ അവളെ നോക്കിക്കോളാമേ. മോളെ പ്രകാശൻ പ്രകാശേട്ടൻ തന്നെ അമ്മേ എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം. സ്വന്തം അച്ഛനും അമ്മയും പണമില്ലാതെ കഷ്ടപ്പെടുമ്പോ പണം എണ്ണി തിട്ടപ്പെടുത്തി വെച്ച് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് പേടി തോന്നുക. ഗോകുലുണ്ട്, അറിയാം, അവനെന്നോട് വലിയ സ്നേഹമാ. പക്ഷെ നാളെ അവനും പ്രകാശേട്ടനെ പോലെ മാറിപ്പോയാ ഞാൻ ഒറ്റപ്പെട്ടു പോവും. മോളെ ഞാനൊന്ന് തളർന്നു വീണ എന്നെ ഓർത്ത് അരികിൽ വന്നിരുന്ന് കണ്ണീര് പൊഴിക്കാനെങ്കിലും ഒരാൾ വേണ്ടേ? ഇല്ലെങ്കിൽ തീർത്ത് ഒറ്റപ്പെട്ടു പോവില്ലമ്മേ ഞാൻ. മോളെ ഏതൊരമ്മയാ ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിക്കാത്തത്? മാത്രമല്ലമ്മേ, ദിയമോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അവളെന്റെ സ്വന്തം മോളാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. നീ മോളെ പോലെ ദേമോളെ നോക്കുന്നുണ്ടല്ലോ, അതിനപ്പുറം ഒരാഗ്രഹവും വെച്ച് പുലർത്തണ്ട. വന്ദന പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും ദേമോള് വന്ദനയ്ക്ക് മോള് തന്നെയാ. ശരി അമ്മ, പക്ഷെ വന്ദന പ്രസവിച്ചാലോ? സുചിത്ര ആന്റി, അച്ഛമ്മേ, മോളെ മാനത്തെ കൊട്ടാ